Arrange the following steps in a logical sequence of the process of management audit. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്, ലോജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ശത്രുവിനെ അറിയാമെങ്കിൽ ആൻഡ് നോ യുവർ സെൽഫ്, നമുക്ക് നമ്മളെ തന്നെ അറിയാമെങ്കിൽ യു നീഡ് നോട്ട് ഫിയർ ദ റിസൾട്ട് ഓഫ് എ 100 ബാറ്റിൽ. നമുക്ക് ഒരു 100 യുദ്ധങ്ങളുടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് ആർ കവേർഡ് ഇൻ സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നെറ്റ് കോമേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ ഒരു 3 കൊല്ലത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് ആർ കവേർഡ് ഇൻ സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ സിഗരറ്റിൻ്റെ പരസ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ ടി വിയിൽ ടൊബാക്കോനെ പറ്റിയുള്ള അതുപോലെയുള്ള മദ്യത്തിനെ പറ്റിയുള്ള അങ്ങനെ അത് ചെയ്യരുത് എന്ന് പറയും, സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയുള്ള പരസ്യങ്ങൾ കാണാം. അങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാം. ടൊബാക്കോ എന്തായാലും വരും, നമ്മൾ കാണാറുള്ളതാണ്. ഫാമിലി പ്ലാനിങ് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ പരസ്യങ്ങൾ കാണാറുണ്ട്. പബ്ലിക് ഹെൽത്ത് തീർച്ചയായും ഉണ്ടാവാറുണ്ട്. ഫിനാൻഷ്യൽ വെൽബീയിങ് ഉണ്ടാവാറുണ്ട്. സോഷ്യൽ ഗുഡ്, സാമൂഹ്യത്തിന് നല്ലത് വരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള മാർക്കറ്റിംഗ് ഉണ്ടാവാറുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും സംബന്ധിച്ചുള്ള സോഷ്യൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി, ABCDE എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നോക്കാം. A company does not include the value of skills gained by its employees from training programs in its annual financial statements. Which one of the following accounting concepts is being applied in this case? അതായത് കമ്പനിക്ക് ഡസ് നോട്ട് അവരുടെ എംപ്ലോയീസിൻ്റെ സ്കില്ല്, ഒരു എംപ്ലോയി നല്ല കഴിവുള്ള എംപ്ലോയി ആണ്, ആ സ്കിൽ ഗെയിൻ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം അതുവഴി അവർക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, സ്കില്ലിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഏത് കൺസെപ്റ്റാണ് അതിന് എതിരെ വെക്കുന്നത്? അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണോ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ആണോ, റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് ആണോ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണോ? അത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ആണ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻ ടേംസ് ഓഫ് മണിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ സ്കില്ല് നമുക്ക് ഒരിക്കലും മണിയുടെ ടേമിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിക്കുള്ള സ്കില്ല്, അയാളുടെ ഹോണസ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരമാണ് നമുക്കത് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്. ഗോയിങ് കൺസേണൊക്കെ അറിയാം, ബിസിനസ് ഒരു തുടർച്ചയാണ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ മരിച്ചാലും ബിസിനസ് മരിക്കുന്നില്ല, ബിസിനസ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമുക്കറിയാം. സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ് ഫോർ ഡിഫൈനിങ് എ ബിസിനസ്? താഴെ പറയുന്നതിൽ ഒരു ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്, എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ് എന്തൊക്കെയാണ്? ഡീലേഴ്സ് എന്തായാലും വേണം അല്ലേ? അതായത് നമ്മുടെ പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് വരാനും അത് മാർക്കറ്റിലേക്ക് ഇറക്കാനും ഒക്കെ ഡീലേഴ്സ് ഉണ്ടാവണം. പ്രൊഡക്റ്റ് എന്തായാലും വേണം, പ്രൊഡക്റ്റ് ഇല്ലാതെ ബിസിനസ്സിന് നിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് എന്തായാലും വേണം, പ്രൊഡക്റ്റ് വിറ്റ് പോകണമെങ്കിൽ മാർക്കറ്റ് വേണം. ഫങ്ഷൻസ്, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസും ഉണ്ടായിരിക്കണം. പക്ഷേ കോമ്പറ്റീഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. കോമ്പറ്റീഷൻ എസെൻഷ്യൽ അല്ല. ഇപ്പോൾ ഒരു മോണോപ്പൊളി ആയിട്ടുള്ള ഒരു കമ്പനി നിൽക്കുക, അവിടെ ഒരേ ഒരു സെല്ലർ ഉണ്ടാവുള്ളൂ, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, എന്നാലും ബിസിനസ് നടക്കും. സോ എസെൻഷ്യൽ അല്ല എന്ത്, കോമ്പറ്റീഷൻ. സോ ഇവിടെ നമ്മുടെ ഉത്തരം വരിക എന്താണ്? ഓപ്ഷൻ എ ആണ്. BCE ആണ്. ഡീലേഴ്സ് നമുക്ക് നിർബന്ധമില്ല. ഡീലേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബിസിനസ് നടത്താം. അപ്പോൾ എയും ഡിയും നമുക്ക് എസെൻഷ്യൽ അല്ല. പ്രൊഡക്റ്റ്, മാർക്കറ്റ്, ഫങ്ഷൻ എസെൻഷ്യലാണ്. സോ BCE ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി നോക്കാം, അടുത്ത് നോക്കാം. ഹു ആർ നോട്ട് എലിജിബിൾ ടു ഗെറ്റ് ഇൻഫർമേഷൻ അണ്ടർ ദ RTA ആക്ട് ഫ്രം ദ ഫോളോയിങ്? RTA ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർക്കൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം
വിവരങ്ങൾ അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നമ്മുടെ രാജ്യത്തുള്ള സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ്. സിറ്റിസൻസിന് എന്ത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളെപ്പറ്റിയും അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കാനായിട്ടാണ് RTI ആക്ട് വന്നത്. അപ്പോൾ RTI ആക്ട് പ്രകാരം ഒരു സിറ്റിസൺ ഒരു വെള്ളക്കടലാസിൽ എഴുതി അയാളുടെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അതിനുള്ള ഉത്തരം കൺസേൺ ആയിട്ടുള്ള അതോറിറ്റി നമുക്ക് തന്നിരിക്കണം ഈ ആക്ട് പ്രകാരം. അപ്പോൾ സിറ്റിസണിന് മാത്രമാണ് അതിനുള്ള പവർ ഉള്ളത്. കോർപ്പറേഷനില്ല, അസോസിയേഷനില്ല, കമ്പനീസിനില്ല, ലീഗൽ എൻറ്റിറ്റീസിന് ഒന്നുമില്ല, നമ്മുടെ സിറ്റിസൻസിന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ആർക്കൊക്കെ ഇല്ല എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്തരം ABCE എന്നുള്ളതാണ്. ഇവർക്ക് 4 പേർക്കില്ല, സിറ്റിസണിന് മാത്രമേ RTI ആക്ട് പ്രകാരം വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അറിയാനുള്ള അവകാശമുള്ളൂ. ഇനി അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഓഫ് ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്, ലോജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണെന്ന് അറിയാം. അത് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരം നടത്തുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നോക്കാം, ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ സെഗ്രിഗേറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കണം. അത് 1. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് റിവ്യൂ ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെന്താണ് വേണ്ടത്? റിവ്യൂ ഓഫ് പെർഫോമൻസ് ഓഫ് ഈച്ച് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ, അത് ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം, അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? റിപ്പോർട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. ഈ 5 സ്റ്റേജിലൂടെയാണ് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കടന്നു പോകുന്നത്. സോ ഓപ്ഷൻ D ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം, 6ാമത്തെ ചോദ്യം നോക്കാം. ഇഫ് ദ അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ. ഒരു അസസി ടീ മാനുഫാക്ചറിങ്ങും ടീ വളർത്തണമുണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ചായപ്പൊടിയായിട്ട് അത് കൺവേർട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറും ചെയ്യുന്നുണ്ട്, ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഇൻ ഇന്ത്യ ദ അഗ്രികൾച്ചർ ഇൻകം ഇൻ ദാറ്റ് കേസ് ഷാൾ ബി. അപ്പോൾ അയാൾ തേയില നട്ടു വളർത്തുന്നു. ആ തേയില വളർത്തിയതിന് ശേഷം ആ തേയില തന്നെ എന്ത് ചെയ്യുന്നു? പൊടിച്ച് പ്രോസസ്സ് ചെയ്ത് അത് ചായപ്പൊടി ആക്കിയിട്ട് വിൽക്കുന്നു. അപ്പോൾ ഈ തേയില വളർത്തുന്നതിൽ നിന്ന് അയാൾക്കൊരു വരുമാനം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് ചായപ്പൊടിയാക്കി വിൽക്കുന്നതിൽ നിന്ന് അയാൾക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും കൂടിയതാണ് അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇത്തരം ടീ പ്ലാന്റേഷൻ മുതലായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഇൻകത്തിൻ്റെ 60% അഗ്രികൾച്ചർ ഇൻകമായി എടുത്തുകൊണ്ട് ആ 60% എന്തുണ്ട്? എക്സംഷൻ ഉണ്ട്, ടാക്സ് എക്സംഷൻ ഉണ്ട്. ബാക്കിയുള്ള 40% ഇൻകത്തിന് മാത്രമേ അയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. സോ ഇവിടെ എന്താണ്? 60% ഓഫ് ഇൻകം ഓഫ് സച്ച് ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 60% മാത്രമാണ്. 40% ബിസിനസ് ഇൻകമാണ്, അതിന് അയാൾ ടാക്സ് അടയ്ക്കണം. സോ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ഓർത്ത് വയ്ക്കുക, പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് ഈ പെർസെൻറ്റേജ് ഓർത്ത് വയ്ക്കുക. ഇനി 7ാമത്തെ ചോദ്യം, ലോജിക്കലി സീക്വൻസ് ദ ഫോളോ സ്റ്റേജസ് ഇൻ ദ ഓർഗനൈസേഷണൽ ലൈഫ് സൈക്കിൾ ഓഫ് ദ ബിസിനസ് ഫേം. ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് സൈക്കിൾ, ബിസിനസ് ഫേമിൻ്റെ ലൈഫ് സൈക്കിൾ സീക്വൻസിലായിട്ട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് നമുക്കറിയാം: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ് എന്നുള്ളൊരു സ്റ്റേജാണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഇതിലേതായിരിക്കും? സ്റ്റാർട്ടപ്പ് സ്റ്റേജാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അത് കഴിഞ്ഞ് ഗ്രോത്ത് സ്റ്റേജ്, ഇതിലേത് സ്റ്റേജാണ് വരിക? ഗ്രോത്ത് സ്റ്റേജ് നമ്മൾ ഡിക്ലൈൻ അല്ല, കൺസോളിഡേറ്റഡ് എക്സ്പാൻഷൻ അല്ല, ഏതാണ്? സർവൈവൽ സ്റ്റേജാണ്. സർവൈവ് ചെയ്യുക. ഓക്കെ, സർവൈവൽ സ്റ്റേജാണ്. ഇനി മെച്യൂരിറ്റി ഏതാണ് വരിക? മെച്യൂരിറ്റിയിലാണ് അവിടെ എത്തുമ്പോഴാണ് എക്സ്പാൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.
എക്സ്പാൻഷൻ, അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കൺസോളിഡേഷൻ ആണ്. ഓക്കെ, കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ വളർച്ച നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഡിക്ലൈനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. പിന്നെ എന്താണ്? ഡിക്ലൈൻ ആണ്. ഓക്കെ, ഡിക്ലൈൻ. അപ്പോൾ ഈ ഓർഡറിലാണ് വരിക: സ്റ്റാർട്ടപ്പ്, സർവൈവൽ, എക്സ്പാൻഷൻ, കൺസോളിഡേഷൻ ആൻഡ് ഡിക്ലൈൻ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യം നോക്കാം, എട്ടാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ് ഓഫ് കസ്റ്റമേഴ്സ് ആർ ഒപ്പീനിയൻ ലീഡേഴ്സ് who carefully search for new technologies that might give them a dramatic competitive advantage? ചില കസ്റ്റമേഴ്സ്, ഫോളോയിങ് കാറ്റഗറീസ് കസ്റ്റമേഴ്സ് ആർ ഒപ്പീനിയൻ ലീഡേഴ്സ്. അവരുടെ ഒപ്പീനിയന് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? അവർ കെയർഫുള്ളി സെർച്ച് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജി, പുതിയ ഗാഡ്ജറ്റുകൾ, പുതിയ പ്രൊഡക്റ്റുകളെ പറ്റി അവർ അന്വേഷിക്കുകയും ആ പ്രൊഡക്റ്റുകൾ അവർ ആദ്യം തന്നെ പോയി വാങ്ങുകയും അത് ഉപയോഗിക്കുകയും അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. അത് അവർക്ക് എന്ത് ചെയ്യുന്നു? ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇതിലേതാണ്? ഏർലി അഡോപ്റ്റേഴ്സ് ആണോ, ഇന്നോവേറ്റേഴ്സ് ആണോ, ഏർലി മെജോറിറ്റി ആണോ, അത് ലേറ്റ് മെജോറിറ്റി ആണോ? അതിൻ്റെ ഉത്തരം നമ്മുടെ ഏർലി അഡോപ്റ്റേഴ്സ് ആണ്. അതായത് ആദ്യം തന്നെ അവർ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവരെയാണ് നമ്മൾ ആദ്യം, നമ്മുടെ പുതിയ ടെക്നോളജീസ് അവരാണ് ആദ്യം ടെസ്റ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ പറയുക. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരെ അറിയപ്പെടുന്നത് ഏർലി അഡോപ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ റൂറൽ മാർക്കറ്റ്? റൂറൽ മാർക്കറ്റിനെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദ്യം. ഒന്ന്, പ്രിന്റ് മീഡിയ ഈസ് നോട്ട് നെസസറിലി ഇമ്പാക്ട്ഫുൾ ഇൻ റൂറൽ മാർക്കറ്റ്. ശരിയാണോ? പ്രിന്റ് മീഡിയ റൂറൽ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും അത് ശരിയല്ല. കാരണം നമുക്കറിയാം, പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, മാഗസീൻസ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പറാണ് പ്രധാനപ്പെട്ട ഒരു മീഡിയം റൂറൽ മാർക്കറ്റിലെ കമ്മ്യൂണിക്കേഷനുള്ളത്, അതല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മാർക്കറ്റിങ്ങിനുള്ളത്. സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി റൂറൽ കസ്റ്റമേഴ്സ് ഈസ് പ്രൈസ് സെൻസിറ്റീവ്. അത് ശരിയാണ്. റൂറൽ കസ്റ്റമേഴ്സ് പ്രൈസിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ആളുകളാണ്. അത് ശരിയായിട്ട് പ്രൈസിനോട് അവർ സെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, പിന്നെ നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് മേ ബി റിക്വയർഡ് ഇൻ ദ അഡ്വർടൈസിങ് കോപ്പി. ശരിയാണ്. ഇപ്പോൾ അർബൻ ഏരിയയിൽ ചെയ്യുന്ന അതേ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. ഇനി പ്രൊഡക്റ്റ് ഷുഡ് ബി സിംപ്ലർ, ഈസി ടു യൂസ്, സർവീസ് ആൻഡ് മെയിൻ്റെനൻസ്. ശരിയാണ്. പ്രൊഡക്റ്റുകൾ അങ്ങനെ ആയിരിക്കണം. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ വിൽക്കുന്നത് ചെറിയ സാഷയിലായിരിക്കും വിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് ശരിയാണ്. സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രപ്പോസൽ ഇൻ ദ ലോജിക്കൽ സീക്വൻസ് ഓർഡർ. നമ്മുടെ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ ലോജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് റിസർച്ച് പ്രപ്പോസലിൽ. ആദ്യം എന്താണ് ചെയ്യുക? റിസർച്ചിൽ നമ്മൾ ഡിഫൈനിങ് റിസർച്ച് പ്രോബ്ലം. എന്താണ് റിസർച്ച് പ്രോബ്ലം, എന്തിനെ പറ്റിയാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കലാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. എന്താ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ? അതായത് നമ്മൾ കണ്ടുപിടിച്ച പ്രോബ്ലത്തെ സംബന്ധിച്ച് മുന്നേ നടന്നിട്ടുള്ള പഠനങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യലാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. മുന്നേ നടന്നിട്ടുള്ള പഠനങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. പിന്നെന്താണ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തീസിസ്. ഹൈപ്പോത്തീസിസ് നമുക്കറിയാം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഗസ്സുകളാണ്. എന്തായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ? ഈ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താവും എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ കാണുകയാണ്, റിസർച്ചർ കാണുകയാണ്. ഈ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഡാറ്റ കളക്ഷനും ഡാറ്റ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് ഡിസൈൻ തയ്യാറാക്കണം. റിസർച്ച് ഡിസൈനാണ് റിസർച്ചിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് പ്ലാനാണ് റിസർച്ച് ഡിസൈൻ, അത് തയ്യാറാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആസ് പെർ ദ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം. കളക്ട് ദ ഡാറ്റ. ഇതാണ് അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ ഈ ഓർഡർ പ്രകാരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. CABED എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. എനി പ്ലാനിങ് ഓഫ് ടാക്സ്
which aims to reducing tax liability in legally recognized permissible way. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ടാക്സ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? ടാക്സിലുള്ള നിയമങ്ങൾ വെച്ച് തന്നെ നമ്മൾ ടാക്സ് ഏറ്റവും കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്യാൻ ബി ടൈംഡ് ആസ് അതിനെന്താണ് നമ്മൾ വിളിക്കുക? അതായത് നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടാക്സിനെ പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതിനെ നമ്മൾ ടാക്സ് അവോയ്ഡൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും എന്താണ്? നമ്മുടെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ പ്ലാൻ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഒഴിവാക്കുകയാണ്. അത് നിയമപരമായിട്ട് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ആർ ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ പേഴ്സൺ അണ്ടർ സെക്ഷൻ 71? സെക്ഷൻ 71 പ്രകാരം ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുള്ളതാണ് ചോദ്യം. നോക്കാം. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, തീർച്ചയായും HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമത്തിന് മുന്നിൽ ഒരു പേഴ്സണാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഓക്കെ, ഒരു കമ്പനി ഒരു പേഴ്സണാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. എ ഫേം ഒരു പേഴ്സണാണ്. ആൻ ഇൻഡിവിജ്വൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണാണ്. എ ലോക്കൽ അതോറിറ്റി പേഴ്സണാണ്. ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സണാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാവരും നിയമത്തിന് മുന്നിൽ ഒരു ഇൻഡിവിജ്വലാണ്, ഒരു പേഴ്സണാണ്. ഒരു പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നിലനിൽപ്പുണ്ട്. ഇവരൊക്കെ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ്? ലീഗൽ പേഴ്സൺസ് ആണ്, നിയമം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പേഴ്സൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ ഡി ആണ്. ഇവരെല്ലാവരും പേഴ്സൺസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം. ഇഫ് യു നോ ദ എനിമി ആൻഡ് നോ യുവർ സെൽഫ് യു നീഡ് ടു ഫിയർ ദ റിസൾട്ട് ഓഫ് എ 100 battles. ഇത് ഒരു വാചകമാണ്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? സുൻ സു പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. എന്താണ്? ഇഫ് യു നോ ദ എനിമി, നമുക്ക് നമ്മുടെ ശത്രുവിനെ അറിയാമെങ്കിൽ, ആൻഡ് നോ യുവർ സെൽഫ്, നമുക്ക് നമ്മളെ തന്നെ അറിയാമെങ്കിൽ, യു നീഡ് നോട്ട് ഫിയർ ദ റിസൾട്ട് ഓഫ് എ 100 battles. നമുക്ക് ഒരു 100 യുദ്ധങ്ങളുടെ ഫലത്തെ പറ്റി നിങ്ങൾ പേടിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് നമ്മളെ അറിയുകയും നമ്മുടെ ശത്രുവിനെ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ 100 യുദ്ധങ്ങളും നമുക്ക് ജയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഓഫ് എ പോർട്ടേഴ്സ് 5? ഈ സ്റ്റേറ്റ്മെൻറ്റ് പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സസ് ഉണ്ട്. അതിൽ ഏത് ഫോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, ത്രെട്ട് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ത്രെട്ട് ഓഫ് ന്യൂ എൻട്രീസ്. ഇവിടെ എന്താണ്? ശത്രുവിനെ പറ്റിയാണ് പറയുന്നത്. ശത്രു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതാരാണ്? കോമ്പറ്റീറ്റേഴ്സ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. കോമ്പറ്റീറ്റേഴ്സിനെ, ത്രെട്ട് ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി നമ്മൾ അറിയുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ പറ്റിയും നല്ല ബോധമുണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസ്സിനെ പറ്റിയും ബോധമുണ്ടെങ്കിൽ, മാർക്കറ്റ് ആര് പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇനി 14ാമത്തെ ഒരു ചോദ്യം നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് വിത്ത് ദ ചേഞ്ച് ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് അറിയാം. എന്താണ്? നമ്മുടെ കോസ്റ്റ്, ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഉള്ള എത്ര ചിലവായിട്ടുണ്ടാവും ബിസിനസ്സിന്, ആ ചിലവ് ഓവർകം ചെയ്യുന്ന ഒരു പോയിന്റ്, വരുമാനം കൊണ്ട്, റവന്യൂ കൊണ്ട് ആ എക്സ്പെൻസ് കവറായി പോകുന്ന ഒരു പോയിന്റ്, ആ പോയിന്റ് അവിടെ തൊട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് ആരംഭിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് നോട്ട് അഫക്റ്റഡ് വിത്ത് ദ ചേഞ്ചസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അവിടെ പറയുന്നതിൽ ഏതിൽ ചേഞ്ചസ് വരുത്തിയാലാണ് ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ മാറ്റം വരുത്തത്, അല്ലെങ്കിൽ ഏതിലൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് മാറ്റം വരും? നമുക്ക് സെയിൽസ് പ്രൈസിൽ മാറ്റം വരുത്തിയാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നമ്മുടെ റവന്യൂ കുറയും, അത് എഫക്റ്റ് ചെയ്യും. വാരിയബിൾ കോസ്റ്റ് അതുപോലെ തന്നെയാണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അതുപോലെയാണ്. പക്ഷേ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് ഒരിക്കലും എന്തുണ്ടാവില്ല, നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം പ്രോഫിറ്റ് കടക്കുന്നു, അത് ഈ പ്രൈസുകളാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത്, നമ്പേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു ചോദ്യം, അതെ 15ാമത്തെ ചോദ്യം. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് എംപ്ലോയീസ് ഡിറൈവ് അതോറിറ്റി? താഴെ പറയുന്നതിൽ ഏത് കൊണ്ടാണ് എംപ്ലോയീസിന് അതോറിറ്റി ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. പൊസിഷൻ, തീർച്ചയായിട്ടും ഒരു
ഹയർ റാങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേജർ തസ്തിക അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് തസ്തിക ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള അതോറിറ്റി എംപ്ലോയീസിന് കിട്ടും. എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസിന് എപ്പോഴും അതോറിറ്റി ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവർ ഉൾപ്പെടും. അവർക്ക് ആ ഒരു അതോറിറ്റി അവരുടെ അഭിപ്രായത്തിൽ അവർക്ക് ഒരു അതോറിറ്റി എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടും. മോറൽ വർത്ത് തീർച്ചയായിട്ടും എന്താണ് അതോറിറ്റി കൊടുക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ വിശ്വാസ്യത കൂടും. അവർ പറയുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു അധികാരം അവർക്ക് കൊടുക്കുന്നതാണ്. മോറലി അയാൾ വർത്താണെങ്കിൽ പാസ്റ്റ് സർവീസ് അയാൾ മുന്നേ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് അയാൾക്ക് അതോറിറ്റി കിട്ടും. പിന്നെ ഇൻ്റലിജൻസ് അയാളുടെ ബുദ്ധിശക്തി, അയാളുടെ കഴിവ്, സ്കില്ല് ഇതെല്ലാം വെച്ചുകൊണ്ടും അയാൾക്ക് അതോറിറ്റി കിട്ടും. സോ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? അതോറിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നെറ്റ് എക്സാം, കൊമേഴ്സ് നെറ്റ് എക്സാമിന് ഇനി ഏകദേശം ഒരു 30 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ പഠിക്കാൻ നമുക്ക് തീരെ സമയം കുറവാണ്. ഇനിയുള്ള സമയം കൃത്യവും വളരെ ശക്തമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി നെറ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള PDF നോട്ട്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഡൗട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അതിൽ നമ്മളെല്ലാ ഫാക്കൽറ്റീസൊക്കെ ഉണ്ടായിരിക്കും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തരുന്ന ഒരു ബെസ്റ്റ് കോഴ്സാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് 30 ദിവസത്തെ. ആ കോഴ്സിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. 9778826292 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം ഒട്ടും തന്നെ നമുക്ക് കളയാനില്ല. നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഒട്ടും വൈകാതെ തന്നെ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠനം തുടരുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ്.